ഒരു ടിപ്പിക്കൽ ടെംപ്ലേറ്റ് മോൺസ്റ്റർ മൂവിയാണ് മെക്ടു എന്ന ചിത്രം. അതിൽ പുതിയതായിട്ടൊന്നുമില്ല. നമ്മൾ കുറേ കാലമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ആ ഒരു മോൺസ്റ്റർ ചിത്രങ്ങൾ ആ ഒരു ടെംപ്ലേറ്റിൽ തന്നെയുള്ള കുറേ പൈസ ഉണ്ട്. അത് വെച്ചിട്ട് ആ ഒരു ഷാർക്ക് അറ്റാക്ക് വെച്ചിട്ടുള്ള പുതിയൊരു സിനിമ, അത് മാത്രമേ ഉള്ളൂ ഈ മെക്ടു എന്ന ചിത്രം. പക്ഷേ വലിയ വെറുപ്പിക്കലോ വലിയ ബോറടിയൊന്നും ഇല്ലാതെ കണ്ടിരിക്കാൻ പറ്റുന്നൊരു മൂവി അത്രേ ഉള്ളൂ. ജെയ്സൺ സ്റ്റാൻഡത്തിൻ്റെ ആദ്യം മെഗ് എങ്ങനെയായിരുന്നു, അല്ലെങ്കിൽ അതെങ്ങനെയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത്, അങ്ങനെ ഉണ്ടെങ്കിൽ വേണമെങ്കിൽ ഒരു വട്ടം കാണാൻ പറ്റുന്നൊരു ചിത്രമാണെന്ന് പറയാം. കാരണം ഇതൊരു സ്റ്റീരിയോ ടിപ്പിക്കൽ ആ ഒരു നോർമൽ ടെംപ്ലേറ്റ് സ്റ്റോറി ലൈനാണ്. പ്രത്യേകിച്ച് ഒന്നുമില്ല കഥയിൽ. കഥയുടെ ആവശ്യമില്ല എന്നുള്ളത് വിചാരിച്ചിട്ട് തന്നെയാണ് ഈ സാധനങ്ങൾ എഴുതി വെച്ചിട്ടുള്ളതും. ദെൻ വളരെ പ്ലെയിൻ ആയിട്ടുള്ള ക്യാരക്ടേഴ്സ്, ഇംപ്രോപ്പർ ആയിട്ടുള്ള ഡയലോഗ്സ്, അങ്ങനത്തെ കുറേ ക്രിഞ്ചായിട്ടുള്ള കുറേ സാധനങ്ങൾ സിനിമയിൽ അംഗീകാരമായിട്ടുണ്ട്. ദെൻ അത് പക്ഷേ അധികം സാധനങ്ങളൊന്നും വെച്ചിട്ട് നമുക്കറിയാം വളരെയധികം പ്രഡിക്റ്റബിളായ സാധനങ്ങളാണെങ്കിലും നമ്മളെ ഈ ഒരു 1.25 മണിക്കൂർ എന്നുള്ള റൺ ടൈം, അതുകൊണ്ട് ആ ഒരു ചുരുങ്ങിയ റൺ ടൈമിനുള്ളിൽ അതിനകത്ത് ഉറപ്പിക്കാതെ മര്യാദയ്ക്ക് പോകുന്നുള്ളത് കൊണ്ട് വെറുതെ ഇങ്ങനെ കണ്ടിരിക്കാൻ നല്ല രസമുള്ളൊരു സാധനമാണ്. ദെൻ നല്ല ഗ്രാഫിക്സും കാര്യങ്ങളൊക്കെ ആണെങ്കിലും ചില നേരത്തൊക്കെ ചില ഗ്രാഫിക് ഡ്രോപ്പുകളൊക്കെ സിനിമയിൽ കണ്ടു. കാരണം അത് മെയിൻ ഫോക്കസായിട്ട് വയ്ക്കുന്ന ഈ ഒരു സിനിമയിൽ ഗ്രാഫിക് ഡ്രോപ്പ് വരിക എന്നുള്ളത് അത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത സാധനമാണ്. കാരണം ഇവർ ഏറ്റവും കൂടുതൽ പൈസ ചിലവാക്കുന്നത് ഈ ഒരു സാധനം ഉണ്ടാക്കാനാണ്, അല്ലെങ്കിൽ ആ ഷാർക്ക് അറ്റാക്കും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കാണിക്കാനാണ്. അതിൽ ചില ഈ റെപ്റ്റീലിയൻ അല്ലെങ്കിൽ ഒരു ഡൈനോസർ ഏജറുള്ള കുറേ സാധനങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. സോ അതിൻ്റെയൊക്കെ ഗ്രാഫിക്സ് വളരെ പൂറായിട്ട് തന്നെ തോന്നി. പക്ഷേ ഷാർക്കിനെ കാണിച്ച സമയത്തൊക്കെ അല്ലെങ്കിൽ മെഗുകളെ കാണിക്കുന്ന സമയത്തൊക്കെ ഉള്ള ഗ്രാഫിക്കുകളെല്ലാം നല്ലതായിരുന്നു. ദെൻ അതുമാത്രമാണ് ഈ സിനിമയിൽ ഒരു പോരായ്മയായിട്ട് പറയാനുള്ളത്, ഇത്തരത്തിലുള്ള ഗ്രാഫിക് രംഗങ്ങൾ. ദെൻ ഞാനീ പറഞ്ഞ ആ ഒരു ബാക്കി ഹ്യൂമൻസിൻ്റെ കാര്യത്തിലെല്ലാം തന്നെ ഫുൾ ക്രിഞ്ചുള്ള സാധനമാണ്, ഫുൾ പ്രഡിക്റ്റബിളാണ്. ഓരോ സീൻ ബൈ സീൻ നമുക്ക് ഓൾറെഡി അറിയാം. ഓരോ ഡയലോഗ് അടുത്ത് വരാൻ എന്താണെന്ന് അറിയാം. ഓരോ ക്യാരക്ടേഴ്സിനെ പ്ലേസ് ചെയ്യുമ്പോൾ ഇവരെ ചാവാൻ പോവുകയാണ്, എപ്പോൾ ചാവും, എന്തിന് ചാവും, എങ്ങനെ ചാവും എന്നുള്ളവർക്ക് നമുക്കറിയാം. ഇത്തരത്തിൽ മോൺസ്റ്റർ ചിത്രങ്ങൾ കണ്ടു വളർന്നവർക്ക് എഴുതി വയ്ക്കാൻ പറ്റുന്ന ഒരു കഥ തന്നെയാണ് സിനിമയിലുള്ളെങ്കിലും, അല്ലെങ്കിൽ ChatGPT അടിച്ചാൽ കിട്ടുന്ന ഒരു കഥ എടുത്തിട്ട് സിനിമ എടുത്ത പോലെയാണ് നമുക്ക് തോന്നുക. പക്ഷേ നമ്മളൊരു മേക്കിംഗ് കാണാനായിട്ടുള്ള പോകുന്നത് ഇതിൽ സർപ്രൈസിംഗ്ലി 3D ആയിരുന്നു. ആൻഡ് 3Dയിൽ പ്രതീക്ഷിക്കാത്ത രീതിയിൽ ആ 3D വർക്കൗട്ടായിരുന്നു സിനിമയിൽ. പക്ഷേ 3D കുറച്ചും കൂടി ആ 3D എഫക്റ്റ് കാണിക്കാൻ പറ്റുന്ന സീക്വൻസുകളൊക്കെ കുറേ കൂടി വരുത്തായിരുന്നു. പക്ഷേ കുറേ സമയത്ത് അല്ലെങ്കിൽ ചില പർട്ടിക്കുലർ സീക്വൻസുകൾ വരുന്ന സമയത്ത് മാത്രമാണ് 3D പ്രോപ്പറായിട്ട് ഇമ്പാക്റ്റ് ആവുന്നുള്ളൂ. ദെൻ ഒരു ബിഗ് സ്ക്രീനിൽ കാണാൻ ഉള്ളതുണ്ടോയെന്ന് ചോദിച്ചാൽ ഒരു വട്ടം വേണമെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് വേറെ ഒരു സിനിമകളും കാണാനില്ലെങ്കിൽ ജസ്റ്റ് ടൈം പാസിന് വേണ്ടി പോയിട്ട് കണ്ടിരിക്കാൻ പറ്റുന്നൊരു സിനിമയാണ്. അല്ലാതെ വലിയ ബോറടിയൊന്നുമില്ല, ഒരു മസ്റ്റ് വാച്ച് ആയിട്ടൊന്നുമില്ല, ഒരു ഗംഭീര സിനിമയല്ല. ഒരു സാധാരണ ടെംപ്ലേറ്റ് മോൺസ്റ്റർ ചിത്രം. നിങ്ങൾ ഓൾറെഡി പ്രിഡിക്റ്റ് ചെയ്യുന്ന കുറേ സാധനങ്ങളുള്ള, നമ്മൾ സ്ഥിരം കണ്ടുമടുത്തുള്ള സാധനമാണെങ്കിൽ വെറുതെ TV വരുമ്പോൾ ഇങ്ങനെ കണ്ടിരിക്കില്ല, ആ രീതിയിലുള്ള സാധനമാണ്. സോ വേണമെങ്കിൽ ഒരു വട്ടം ഒന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കാൻ പറ്റുന്ന ചിത്രമാണ് മെക്ടു എന്ന ചിത്രം. ഓൾറെഡി നിങ്ങൾ ഈ സിനിമ കണ്ടവരാണെങ്കിൽ സിനിമയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. നന്ദി.